ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബെൻസി സുനിൽ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് സാധാരണ കളിക്കുന്ന ഗെയിം തന്നെയാണ് ഗ്രാനി ചാപ്റ്റർ 3യിൽ. നമ്മൾ നേരത്തെ ഗ്രാനി ചാപ്റ്റർ 3 എസ്കേപ്പ് ഒന്നും ആവാൻ പറ്റില്ല, 2-3 പ്രാവശ്യം എസ്കേപ്പ് ആവാൻ പറ്റിയില്ല. പിന്നെ ഒരെണ്ണം നമ്മൾ ഗേറ്റ് എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് മനസ്സിലായി, ട്രെയിൻ എസ്കേപ്പ്. അപ്പം ലോഡിങ്, നമുക്ക് നേരെ പോവാം. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഡേ 1 ആണ് ഗൈസ്. അപ്പോൾ തുടങ്ങുകയാണ് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 3യിലത്തെ ട്രെയിൻ എസ്കേപ്പ്. അപ്പോൾ കളി നേരെ തന്നെ തുടങ്ങി. ഇതിൻ്റെ അടിയിലല്ലേ ഈ സാധനം? അതന്നെ ഞാൻ ചെറിയൊരു മറന്ന്. സ്കൂളൊക്കെ തുറക്കണോണ്ട് ഞാനിങ്ങനെ ഈയിടെയായിട്ട് കളിക്കാറില്ല. ഇപ്പോൾ ട്രെയിൻ എസ്കേപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരുവിധം പക്കയും. അതാണ് ഞാൻ മറന്നുപോയി ചെറുതായിട്ട് കളികൾ ചെറുതായിട്ട് മറന്നുപോയി. ഞാനിത് പഴയ നമ്മൾ ഒളിച്ചൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ഓർക്കണേണ്. ഇവിടെയല്ലേ നമ്മളെപ്പോഴും ഒളിക്കണം, മറ്റേ താഴത്ത്. ഗൈസ്, നമ്മുടെ റോബോ ഉണ്ട്. ആ റോബോ പാവമൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ടിക്കറ്റ് കിട്ടിയാൽ മതി. അവന് ടിക്കറ്റ് കിട്ടി. ഞാനിവിടെ ചെക്ക് ചെയ്യണേ. എൻ്റെ മോനി വെപ്പൺ കീ ഗായ്സ്, വെപ്പൺ കീ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ ഗ്രാനി ഗെയിമിൽ 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാത്തിലും ഗ്രാനിയിൽ വെപ്പൺ കീ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഗായ്സ്. നമുക്ക് നേരെ പോവാം. അപ്പാപ്പൻ ചിലപ്പോൾ ആ റോബോയുടെ ശബ്ദം, അപ്പാപ്പന് ചെറിയൊരു കേൾവി കുറവുണ്ട് എന്ന് വെച്ചാൽ അത് പതുക്കെ വരുള്ളൂ. അത് വേറൊരു കാര്യം. അമ്മാമ ഇതിലില്ലട്ടാ. പിന്നെ നമ്മൾ എടുത്തേക്കണത് സിമ്പിളാണ്. എല്ലാം നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കളിക്കാൻ പറ്റുള്ളൂ. അപ്പാപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പാപ്പൻ സെൻറ്ററിനെ നമ്മളെ എടുത്തിട്ടില്ല. അതാണ് സെൻറ്ററിനെ പേടിപ്പിക്കാൻ വരാത്തത്. അപ്പാപ്പ പുറത്തു പോയി തോന്നുന്നു. കണ്ട, ഡോറ് തുറന്നിട്ടേക്കണ കണ്ടില്ലേ? സേഫാ. നേരെ നമ്മൾ സ്ഥലത്ത് പോയി. ഭയങ്കര എന്ത് പെട്ടെന്നാണല്ലേ നമുക്ക് വെപ്പൺ കീ കിട്ടണത്. ഇവിടെ കല്ല് പറക്കി 3 കല്ലിൽ പറക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടിച്ചടിച്ചിടാൻ പറ്റും ഗൈസ്. അതിലെന്താണെന്ന് മറ്റേ പവറല്ലേ ട്രെയിൻ എസ്കേപ്പിന്, അത് ഉപകാരപ്പെടാതെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് കല്ല് വറക്കെടുക്കാനുള്ള ടൈമാണ്. അല്ലെങ്കിൽ അപ്പാപ്പൻ ചിലപ്പോൾ മേളിൽ കയറി വരും. അതാണ് ഞാൻ വലിയ ഇതിൽ മൈൻഡ് കൊടുക്കാത്തത്. സ്റ്റോൺ കിട്ടി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു. സ്റ്റോണൊക്കെ നേരത്തെ കാണാണ്ടാവൂലേ? സ്റ്റോൺ നോക്കും നമ്മൾ പെട്ടെന്ന് നോക്കും. അപ്പോഴത്തേക്ക് സ്റ്റോൺ പറന്നു പോവും. സ്റ്റോൺ പിന്നെ മാഞ്ഞു പോവും. അതാണ് പ്രശ്നം. ഇവിടെ ആകെ ഒരു സ്റ്റോൺ നമുക്ക് കിട്ടിയുള്ളൂ ഗൈസ്. പെട്ടെന്ന് എടുക്കാൻ പറ്റിയത് അതേ ഉള്ളൂ. വേറെ വഴിയില്ല. ഈ അടുക്കളയിൽ ഒന്നും വെക്കാണ്ടാവൂല. കുറച്ച് ബുള്ളറ്റ്സ് ഉണ്ടാവും. അപ്പാപ്പൻ്റെ കയ്യിൽ ഗണ്ണ് കിട്ടണമെങ്കിലല്ലേ ഇൻഫിനിറ്റി ആയിരിക്കും. ഇവിടെ തീപ്പെട്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് തീപ്പെട്ടി. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. കുഞ്ഞിഞ്ഞൊരു നോക്കി ഞാൻ. ഇതിലൊന്നുമില്ല. എൻ്റെ പൊന്നോ, അടുക്കളയിലൊന്നുമില്ല കേട്ടാ. എൻ്റെ പൊന്നാകെ തീപ്പെട്ടി മാത്രം കിട്ടി. ആ കിളീന മറ്റേ നമ്മുടെ ഇവിടെ കത്തിക്കാനായിട്ട് തണുപ്പൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കത്തിച്ചിട്ട് വാമ ചെയ്യാനായിട്ട് വെക്കൂലേ? അപ്പം അവിടെ ആ പുക പോണതിൻ്റെ അവിടെ ഇട്ടാണ് ഈ കിളിയുടെ കൂട്. അല്ലെ, കിളിയെ കാക്ക എന്തെങ്കിലും ആവട്ടെ, ആ കാക്കയുടെ കൂട്. അപ്പം ആ കാക്കേനെ അങ്ങനെയായിട്ടാണ് കൊല്ലണ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വിറകുണ്ട്, ഒരു തടിക്കഷ്ണവും അതും കൂടി കത്തിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ കാക്ക പിന്നെ പോവും. കാക്ക പോവുകയും ചാവും, എങ്ങനെ എന്തോട്ട് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഉപകാരം. അതിലും ഭേദം ഗ്രാൻഡ് പേനൊന്ന് ഇതും കൊണ്ട് സ്ലിംഗ് ഷോട്ടും കൊണ്ട് അടിച്ചിട്ടിട്ട് നമുക്ക് ഗണ്ണെടുത്തിട്ട് ആ കിളീനെ വെടിവെച്ചാൽ പോരെ. ചൊപ്പൊന്നു അപ്പാപ്പ പേടിപ്പിച്ചളഞ്ഞു. അപ്പാപ്പ താഴ്ത്തായിരുന്നു. ഫുള്ള് ആകുമ്പോൾ കൊട്ട വേറുണ്ട് അപ്പാപ്പൻ്റെ. നക്ഷത്രങ്ങൾ എണ്ണീട്ട് വാട്ടാ. ഞങ്ങൾ പോട്ടെ. നമുക്ക് കുറച്ച് കല്ല് പറക്കിയെടുക്കാൻ. സ്റ്റോൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് ഈ ആംബോ വീട്ടിൽ തീരണമെങ്കിലും നമ്മുടെ ഈ സ്റ്റോൺ തീരൂല. റോട്ടിൽ ഈ പുറത്തെവിടെയെങ്കിലും വന്നുകൊണ്ടിരുന്നോളും. പക്ഷെ ഇവിടെ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അവിടെ ഉണ്ട്.
ആ അതെ. ഈ ഇവിടെ ഇട്ട് നിങ്ങൾക്കറിയാലോ, ദേ അവിടെ ഇട്ട് അവിടെ മുതലില്ലേ. ആ ഒരു ദിവസം കൊളമെന്ന് വിചാരിച്ച ഒറ്റച്ചാട്ടം ചാടിയതാ. ആദ്യം ഞാൻ കളിക്കണേ മുമ്പ്, ആദ്യമായിട്ട് കളിക്കണേ മുമ്പ്. അപ്പം ഒന്നും വീഡിയോ ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ ചാടിയപ്പോൾ തന്നെ മേലെ മുതലൊക്കെ ഓടി. ഞാൻ ഓടിയിട്ടും മുതല സ്പീഡിൽ വന്ന് പിടിച്ച്. അങ്ങനെ ഇവിടെ ഒന്നുമില്ലല്ലോ കല്ല്. നമുക്ക് 2 കിലും കല്ല് കിട്ടി. അത് തന്നെ 2 കിലോട്ട് കിട്ടി. ഓ മൈ ഗോഡ്, അപ്പാപ്പൻ നക്ഷത്രങ്ങൾ എനിക്ക് കണ്ട് കിട്ടി. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ആമ്പൂല. ആമ്പു കിട്ടി. മാറങ്ങോട്ട് അവിടെ കിടന്ന് വട്ടം കളിക്കണം. ഇവിടെ ചെക്ക് ചെയ്താള എന്താണ് തുറക്കാൻ പറ്റുന്ന. ഈ ഡേ 1 മെയിൻ പ്രശ്നം എനിക്ക് ഇതാണ് ഇഷ്ടമില്ലാത്ത. ഇത് കുറേ നേരം എടുക്കും, അതുകൊണ്ട് എല്ലാം തുറന്നിടും. പക്ഷെ ഡേ 2 കുഴപ്പമില്ല. ഫ്ലഷ് അടിച്ചു തരാം. ബാത്റൂമിൽ ഫ്ലഷ് അടിച്ചോട്ടെ, വെറുതെ ബാത്റൂമിൽ കയറി എന്ന് പറയണ്ടല്ലോ. ബാത്റൂമിൽ ഞാൻ ഫ്ലഷ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും കിട്ടൂലായിരിക്കും. ട്രെയിൻ എസ്കേപ്പിന് എന്തെങ്കിലും എന്തോ അവിടെ ഇപ്പോഴും അതെ. ആ 2 ഇതിലൊന്നും വെക്കൂല. ദേ ഇവിടെ കണ്ട, ഇവിടെ ദേ അവിടെ കത്തിച്ചിട്ട്, വിറക് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കാക്ക ഇരിക്കണം. കാക്കയുടെ കൂടുതൽ മുകളിലുണ്ട് ഗൈസ്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. തേങ്ങ. യെസ്. നമുക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്കത് പൊതിക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധനം ഇവിടെ നോക്കട്ടെ. കയന ഭാരത് മാതാ കി ജയ്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അപ്പോൾ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എവിടെ നിന്ന് ആകുമ്പോൾ എടുക്കാൻ പറ്റൂല, അതാ മെയിൻ പ്രശ്നം. അപ്പാപ്പനെ വിളിക്കാട്ടാ. ടൺ. അപ്പാപ്പാ എവിടെ പോയി? ആളെ ഇങ്ങോട്ട് പോയി. ഇയാളെ കൊണ്ട് അതേ ഒരു കല്ല്. അയ്യോ കല്ല്. അങ്ങനെ ഗൈസ്, നമ്മുടെ സ്റ്റോൺസ് എല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇതിനുള്ളിലൊന്നുമില്ല. അതേ ഇരിക്കണം ഗൈസ്. ആമ്പോ ഞാൻ ഇതിൽ ഗേറ്റ് എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആ ഗേറ്റ് എസ്കേപ്പ് ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സന്തോഷം വേറെ. പക്ഷേ ട്രെയിൻ എസ്കേപ്പും കൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ ഈ ഗെയിം എനിക്ക് ഫുള്ളും ആക്കാൻ പറ്റുള്ളൂ. ഞാൻ സേഫ് കീ എന്ന് പറഞ്ഞ ഐറ്റം ഈ ഇടക്കാട്ടാണ് ഞാൻ അറിയണം. ഈ ഇടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കുറച്ച് നാളായിട്ടുള്ളൂ ഈ വീഡിയോ ഉണ്ടായില്ല, അതിനും 2-3 വീഡിയോ ഇടണ മുമ്പായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ട്രെയിൻ കീ യെസ് ട്രെയിൻ കീ യെസ് ഗായ്സ് ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട്. പൊന്നു ഗായ്സ്, നമുക്ക് ട്രെയിൻ കീ കിട്ടി. ഇനി കോയിൻ വേണം, പിന്നെ മറ്റേ പവർ മറ്റേ പവർ നമ്മൾ കണ്ടില്ലേ പവർ. നമുക്ക് ഈ തേങ്ങ ഒന്ന് പൊതിക്കണം കേട്ടോ. കണ്ട സത്യം സൈഡിൽ കോക്കനട്ട് കണ്ട, അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. നമുക്കത് പൊതിക്കണം. നമുക്ക് എവിടെ ഇരുന്നിട്ടാ പോരെ, അല്ലെങ്കിൽ ഓവർ ഇതായി കഴിഞ്ഞാൽ ഡെഡായിപ്പോൾ. വേറെ ഏതൊരു ട്രിക്ക് ഉണ്ടല്ലോ, ഏതൊരു മതിലേ കൂടി ആട്ടെ, എന്താ പറയുക, ചാടിപ്പോയിട്ട് ഇതിങ്ങനെയാണെന്ന് തോന്നണം കേട്ടോ. അതേ ഈ വഴി കൂടി പോയിട്ട് ഒറ്റച്ചാട്ടം ചാടിയിട്ട് ട്രിക്ക് ഇങ്ങനെയാണ്. ഇതേ കണ്ട, ട്രിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡെഡായി പോണെങ്ങനെയാ ഗൈസ്. എന്തൊരു കോള് വരുന്നുണ്ട് കേട്ടോ, എന്താ നോക്കട്ടെ. അത് ഐഡിയാണ് ഗൈസ്. മനുഷ്യൻ വിചാരിച്ച് ആരെങ്കിലും വിളിക്കണേന്ന്, അത് ഐഡിയാണ്. ഇനി ആ തോക്ക് അപ്പാപ്പൻ്റെ കയ്യിലായിരിക്കും. മെയിൻ പ്രശ്നം അപ്പാപ്പൻ്റെ കയ്യിലാണ് ആ തോക്ക്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വലിയ വിഷയമില്ല, കുഴപ്പമില്ല.
നമ്മുടെ ആയുധം ഇവിടെയുണ്ട്. കമോൺ കമോൺ കമോൺ. ഇവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് തോന്നുന്നു. ഇതിവിടെ ഇട്ടില്ലേ നമ്മുടെ. അയ്യോ, ജസ്റ്റ് മിസ്സിനാണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കണ ഗൈസ്. പൊന്നോ. നമ്മുടെ തേങ്ങ അവിടെ ഉണ്ട്. തേങ്ങ അപ്പാപ്പൻ നിന്ന് ഇട്ടിട്ട് ബാ 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 ബാ. ഇതെന്താ അവിടെ നിൽക്കണ? ബാ ദേ പോയി. ഇയാൾക്ക് എന്ത് പേടിയാണ്. അമ്മച്ചിയുടെ അത്രയും ധൈര്യമില്ല കേട്ടോ. പുറകിൽ കൂടി വെടി വെക്കാമോ? വെടിയല്ല, കല്ല് അടിച്ചിടാമോ? അവിടെ പോയി നക്ഷത്രങ്ങളുണ്ട്. കുറേ നേരം പേടിത്തൂർന്നുണ്ട് അപ്പാപ്പൻ. ഭയങ്കര പേടിയണ്ട ആൾക്ക്. കേട്ടോ, വെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ പോയി. വരട്ടിയിട്ടും പോയി. വരട്ടാൻ മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ ഐ സി യു അല്ലെങ്കിൽ ഓ എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കലുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓ എന്ന് പറഞ്ഞിങ്ങനെ ഒച്ച ഉണ്ടാക്കും അപ്പാപ്പൻ. ചിരിക്കണേന്ന് തോന്നുന്നു. ഇങ്ങനെ മനസ്സിലായി എന്ന് പറയണല്ലേ. നമുക്ക് തേങ്ങ ഇട്ട് പൊതിക്കണം. തേങ്ങ ഇവിടെ അല്ലേ? ഇവിടെ തന്നെയാണ് പൊതിക്കേണ്ടത്. വേഗം പോക്കാം മോൺ. നമുക്ക് തേങ്ങ എടുക്കാം. നേരെ പൊതിക്കാൻ കൊണ്ടുപോകാം. തേങ്ങ എടുത്തിട്ട് വേഗം പൊതിക്കാൻ പോകാം. എത്തി. ഇതിവിടെ ഉണ്ട് തേങ്ങ പൊതിക്കണല്ലോ. ഞാൻ ഇപ്പോൾ പണ്ടൊക്കെ കളിക്കുമ്പോൾ, ആദ്യമായിട്ടൊക്കെ കളിക്കുമ്പോൾ തേങ്ങ എടുത്തിട്ടില്ലേ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കും. ഈയിടക്കൊന്നുമല്ല, നമ്മുടെ ഗേറ്റ് എസ്കേപ്പിനാട്ടിൽ നമ്മൾ ചെയ്തെന്ന് തോന്നുന്നു. തേങ്ങ പൊതിച്ചു നോക്കി തോന്നണം. നമുക്കിത് ടിക്കറ്റ് എടുക്കണം. ആകുമ്പോൾ നമ്മുടെ ആ റോബോ ഇല്ലേ, ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആണ് അവൻ. പിന്നെ ഒച്ചയൊന്നും ഉണ്ടാക്കില്ല. അതേ കാണിച്ചു തരാം കേട്ടാ. അവനങ്ങനെയൊന്നും ഒച്ച ഉണ്ടാക്കില്ല അവൻ. പാവണ്. ആ സമയത്താണ് അവന് ടിക്കറ്റ് എന്തിനോ ഇതായിട്ടാണതേ. നോക്കോട്ടാ, കണ്ട നമ്മുടെ ടിക്കറ്റ് എടുത്ത് ചെയ്യണണ്ട. ഡോർ തുറന്നു തരും. അത് തന്നെ ഡോർ തുറന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടായി ഇങ്ങനെയൊക്കെ അറിയണം. നമ്മളിങ്ങനെ അടച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കണേ നല്ലതാണ്. നല്ല ഡോറൊക്കെയാണോ നോക്കണേ. ഇവിടെയാണ് നമുക്ക് എന്തൊക്കെ വേണ്ട. നീഡ് ആൻഡ് ആക്സിലേറ്ററും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നമുക്ക് ഇത് ചില്ലില്ലേ ഇതേ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അത് നമുക്ക് പൊളിക്കണം. അത് പൊളിച്ചേ പറ്റുള്ളൂ. അത് പൊളിക്കണം. നമ്മളെല്ലാ കളിക്കും പൊളിക്കണം. എന്നാലേ നമുക്ക് ക്രോബാർ കിട്ടുള്ളൂ. നേരെ നമ്മുടെ ഗണ്ണിവിടെ ഗണ്ണ് നമ്മുടെ അപ്പാപ്പൻ്റെ ഗണ്ണല്ലേ അവിടെ ഇട്ടൊന്നും വന്നു. കല്ല് നമ്മുടെ കയ്യിൽ ഫുള്ളല്ലേ? അത് കറക്റ്റ് ഫുള്ളുള്ള. ഇവിടെ ശ്രദ്ധിച്ചില്ലടാ. ഷൂട്ട് ഗൺ. നേരെ പോവാം. ഈ വഴി കൂടി പോവാം. അതാണ് നല്ലത്. പക്ഷെ ഈ വഴി ചെറിയൊരു ഡേഞ്ചറാണ്. ഇവിടുന്ന് തിളങ്ങണ. സേഫ് കീ. അയ്യോ പാപ്പൻ, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് പേടിച്ച് വന്നു കണ്ടിട്ട് അതാണ് പെട്ടെന്ന് ഓടിക്കളഞ്ഞ. എന്നാ പിടിച്ചു വേറെ മന്താക്കി ജയ്. സേഫ് കീ അവിടെ ഇരിക്കട്ടെ. ബുള്ളറ്റ് ഫുള്ളാക്കി അവിടെ കിടക്കട്ടെ. സേഫ് കീ കൊണ്ട് ചെറിയൊരു പണിയില്ലേ. അവിടെ എന്തായിരിക്കും കിട്ടണ? ആക്സിലേറ്റർ നമുക്ക് കീയും വേണം. മാരങ്ങാട്ട് ആക്സിലേറ്ററും കീയും. ആക്സിലേറ്ററും കീയാണ്. അത് തന്നെ മറ്റേ പവർ കിട്ടി അത് കിട്ടി. നമുക്കിനി ആക്സിലേറ്റർ കീയും കൂടി മതിയിട്ട് എസ്കേപ്പ് അടിക്കാൻ. അപ്പോൾ എസ്കേപ്പ് ആവും. ദൈവമേ, നല്ലൊരു സാധനം കിട്ടണേ. നമുക്കിത് വേണ്ട. ട്രെയിൻ എസ്കേപ്പിന് ഇത് പറ്റൂല. അത് നമ്മുടെ ഗേറ്റ് എസ്കേപ്പിനാ പറ്റുള്ളൂ. അതിൽ കണ്ണെടുത്തിട്ട് പോയാലേ. നമ്മൾ ആ കിളീനെ വെടിവെച്ചിട്ടോ. കിളീനെ നമ്മൾ വെടിവെച്ചിട്ടായിരുന്നു. ഇവിടെ കിടക്കട്ടെ.
തോക്ക് അവിടെ കിടക്കട്ടെ. തോക്ക് അവിടെ കിടക്കട്ടെ. സ്ലിൻ ഷോട്ട്. യെസ്, ഇതുകൊണ്ട് ഭയങ്കര ഉപകാരങ്ങൾ കിടക്കുന്നുണ്ട്. സ്ലിൻ ഷോട്ടും കൊണ്ട് ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യണേ വലിയ താല്പര്യമില്ല. ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യണ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. മേ ബി ഐ ക്യാൻ ബ്രേക്ക് ദ ഗ്ലാസ്. ദേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്ടെന്ന് തുറയുന്നുണ്ട് തന്നെ തോന്നുന്നു. ഗൈസ് ക്രോബാർ കണ്ട, ഈ ക്രോബാറാണ് ഇങ്ങനെ ലോക്കാണ്. ഒരു ദിവസം ഞാൻ കളിക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് കളിക്കുന്ന സമയത്ത്, മറ്റേ നമ്മുടെ ഈ ക്രോബാർ കൊണ്ട് നമ്മൾ ചില്ല് പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ ചാടുമല്ല. ആ ചാടുന്ന സമയത്ത് അപ്പാപ്പൻ ലോക്കിട്ടത് തട്ടണേ, ഡോറിട്ട് മുട്ടണേന്. ഞാൻ പുറത്തിറങ്ങാനും പറ്റൂലല്ലോ, അപ്പാപ്പനിട്ട് തട്ടണം. അതിൻ്റെ ഉള്ളിൽ തടിക്കഷ്ണമല്ല കിട്ടി, അത് നമുക്ക് ആവശ്യമില്ല ഗൈസ്. ഇതുകൊണ്ട് നമുക്ക് വേറെ ഏതൊരു സ്ഥലത്ത് ഇതിവിടെ ഇല്ല. അതെ കണ്ട, ഇവിടെയാണ് നമ്മുടെ ഐറ്റം കിടക്കണം. പവർ. നമുക്കിത് 3 ഐറ്റം വേണ്ട, 2 ഐറ്റം മതി. മറ്റേത് അവിടെ പവറിൻ്റെ ഇത് കിടക്കണ്ട്. ഇനി കീയും നമുക്ക് ഏതായിരുന്നു? മറന്നുപോയി. കീയും ആക്സിലേറ്റർ. സോറി, അയ്യോ, ഇതാ അടച്ചിട്ടും പോയേക്കണം ഞാൻ. വാ, പെട്ടെന്ന് അപ്പാപ്പനെ ആ ഡോറിൻ്റെ അവിടെ നിൽക്കണമല്ലോ തോന്നട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഓടാന്ന് വിചാരിച്ചതാ. അതങ്ങനെ പറ്റിയില്ല. ഒയ്യോ അപ്പാപ്പൻ, പൊന്നപ്പാപ്പ പോണപ്പോക്കണ്ട, കൂഞ്ഞു പിടിച്ച് പോണണ്ട. ഇത് പോണപ്പോക്കണ്ട. പോണപ്പോക്കണ്ട കൈ. അയ്യോ പാവട്ടാ. അപ്പാപ്പനെ ഒരു പണി കൊടുക്കട്ടെ. ബാ തിരിഞ്ഞു നോക്കൂല ഇയാൾക്ക് കേൾക്കാൻ പറ്റൂലല്ലോ പറഞ്ഞല്ലോ. നമുക്കിനി കുഞ്ഞു പണികളും കൂടി കുറച്ച് തീർക്കാനില്ലേ. ഇതൊക്കെ ആയി. ഇനി നമുക്ക് ആകെ 2 സാധനങ്ങൾ. ഇതെന്താ നീങ്ങാത്ത? അയ്യോ, ഇത്ര ഉള്ളായിരുന്ന കാര്യം. മനുഷ്യനിട്ട് അതിലോട്ട് നീക്കാൻ നോക്കണായിരുന്നു ഞാൻ. ഓക്കെ ഗൈസ്, റോബ് അവിടെ കണ്ടു. ഇത് ഷെഡ് ഞാൻ മറന്നായി. നമുക്ക് ഷെഡ് കൊണ്ട് ഭയങ്കര തെറ്റി കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന്. ഇടയ്ക്ക് ക്രോബാർ മറ്റേ മേളത്തെ ഇവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ അവിടെ ആക്സിലേറ്ററൊക്കെ ഉണ്ടതാണ്. നമ്മൾ സാധാരണ ക്രോബാറിലുണ്ടാവും ടെടി. ഇതും കൊണ്ട് ഞാൻ എങ്ങോട്ടേ പോകണം? അയ്യോ, ഞാൻ ഇതും കൊണ്ട് മേളിൽ പോണു. അതിൽ സാധാരണ ടെഡിയിൽ ക്രോബാർ മേളത്തെ ഒരു ഓട് പൊളിഞ്ഞെടുക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് മറ്റേ നമ്മുടെ സെൻറ്ററിനയുടെ മോൻ്റെ പാവയിലത് ക്രോബാറും കൊണ്ട് മുറിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ആ സ്ഥലത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെ കിട്ടും. ഇവിടെ കിട്ടിയാൽ മതി, അപ്പം അത്രയും നല്ലത്. യെസ്, ഇത് എടുക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഇട്ടുള്ളൊരു ഹാർട്ടിൻ്റെ ഇടിക്കണ ശബ്ദം കേൾക്കാൻ പറ്റും. ടിട്ടിട്ടിന്ന് ശബ്ദം കേൾക്കും. അതാണ് ഹാർട്ടിൻ്റെ നമ്മുടെ ശബ്ദം കേൾക്കും. അതുകൊണ്ടാണ്. പക്ഷെ അപ്പാപ്പനൊന്നും വരാൻ പറ്റില്ല. ഇവിടം വരെയൊക്കെ വരാൻ പറ്റുള്ളൂ. ഈ ഫ്ലോറിൽ വരാൻ പറ്റും. അതിലും മുകളിലല്ലേ, അത് വരാൻ പറ്റൂല. ലിഫ്റ്റിലേ വരാൻ പറ്റുള്ളൂ. അതാണ്. അതെ ഇട്ടിട്ട് അവൾ ആട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിലിണ്ടറിനെ ഒന്നല്ല. സുഖമാണ് ചേച്ചി നിൽക്കണണ്ട, പാവം. ടൺ 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 എന്നൊരു പാട്ട്. പാഡ്ലൂക്കി. ദേ ഇവിടെ കണ്ട, അവിടെയാണ് നമുക്ക് അത്യാവശ്യം. ക്രോബാർ ഞാൻ ഏറ്റവും മുകളിലിട്ട്, ഇതിനും മുകളിൽ, ഇനി തൊട്ട് മുകളിൽ. നമുക്കിതും കൊണ്ട് നേരെ താഴത്തേക്കോ. ഈ സമയത്തായിരിക്കും, ചില സമയത്ത് ആ കിച്ചൻ്റെ അവിടെ അപ്പാപ്പന അവിടെ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇറങ്ങാൻ ഇവിടെ ഇറങ്ങണ്ട, ഏറ്റവും താഴത്തല്ലേ പോവാം. അയ്യോ, ഇവിടെ അപ്പാപ്പനുണ്ടോ? ഇല്ല.
ഈ വഴി കൂടി പോകണ്ടല്ലോ, പാഡ്ലോക്ക് കൊണ്ട് വേണ്ട. ദേ പോണു ഞാൻ. അയ്യോ, പാഡ്ലോക്ക് ദേ പോണു. ദേ എന്തൊക്കെയാണ്. അയ്യോ അപ്പാപ്പൻ പൊന്നു. കണ്ട് വേഗം വിട്ടോ, അല്ലെങ്കിൽ കാരണം കുറ്റിക്കിട്ടൊക്കെ അടിക്കുക അയാൾ. അങ്ങനെയൊക്കെ ചെയ്യും, മുഖത്തിട്ട് ഒറ്റടിയും. അയ്യോ ഓക്കേ, അതവിടെ കിടക്കട്ടെ. നമുക്ക് ആ മറ്റേ മന്ത പോലത്തെ ഇല്ലേ, മറ്റേ ഇങ്ങനെ വെള്ളം, മറ്റേ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കൂലേ, ഒരു ഭരണി പോലെയൊക്കെ ഇരിക്കണം ചെറുത്, അതിൽ വെള്ളം നിറച്ചിട്ട് അപ്പുറപ്പുറം വെക്കണം. അപ്പം അത് താന്ന് വരും. വാ 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 വാ, ഇന്നാ കൊട വേറിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അവിടെ കിടന്നു. ഇവിടെ ഇത് തുറന്നിട്ട് വെച്ചേക്കണം. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ടല്ലേ ചെയ്യാൻ. ഇവിടെ ഞാൻ ചെക്ക് ചെയ്തല്ലേ, ഇവിടെയൊക്കെ ചെക്ക് ചെയ്തതാണ് പോകുന്നത്. ഇവിടെ ഒന്നുമില്ല, കല്ല് ഇവിടെ കല്ലൊന്നുമില്ലല്ലോ ഗൈസ്. ഇതെന്ത് കഷ്ടമാണ്, കല്ലില്ല. അതേ കിടക്കണം കറണോ. ഗൈസ് നമ്മുടെ പ്ലാങ്ക് അവിടെ ഉണ്ടല്ലോ, പ്ലാങ്ക് എടുത്താലാ എടുക്കാം. പ്ലാങ്കും കൊണ്ട് നമുക്കൊരു കളിയുണ്ട്, അറിയാലോ. പറഞ്ഞതല്ലേ നമ്മൾ കിളീനെ ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടി. ഞാൻ മറന്നു പോയിട്ടാ, നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ടപ്പാ. നമുക്ക് ആക്സിലേറ്ററും കൂടി കിട്ടിയാൽ മതി. പൊന്നോ, നമുക്കിനി ആക്സിലേറ്ററും കൂടി കിട്ടിയാൽ മതി കേട്ടാ. ഇത് വെക്കാൻ സ്ഥലം അറിയാലോ, ഇതെങ്ങനെ വെക്കണം. ഇതന്നെ പ്ലേസ്, നേരെ ഇത് ഇങ്ങനെ വേണം. ഞാൻ കുഞ്ഞേ പോകുള്ളൂ, എനിക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ താഴെ എത്തും, അതാണ് മെയിൻ പ്രശ്നം. കണ്ട് ഈ സൈഡിൽ കൂടി പോയിട്ട് ആക്സിലേറ്റർ കിട്ടി. എൻ്റെ പൊന്ന് ഗൈസ്, കമോൺ ഗൈസ്, നമ്മൾ ഫൈനലി എസ്കേപ്പ് ആവാൻ പോണ്. ഫോട്ടോ മറിച്ചിടാൻ പറ്റില്ല, മറ്റേ ഫോട്ടോ മറിച്ചിട്ടിട്ട് ഒരു ലിവർ പോലെ ഉണ്ടായിട്ട് താത്തും. അത് ഗ്രാനി ചാപ്റ്റർ 1 ഗ്രാനി 1 കേട്ടാ. ഫൈനലി നമ്മൾ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഗ്രാനി ചാപ്റ്റർ 3. നമുക്ക് അവിടെ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ, എന്തായിരിക്കും കിട്ടണം. ജനറേറ്റർ കേബിൾ എന്തെങ്കിലും കിട്ടാന്ന് ഓർത്തിട്ടാ വെറുതെ നോക്കിയതാണ്, അതും കൂടി വേസ്റ്റ് ആക്കണ്ടല്ലോ. ലിഫ്റ്റിന് ഏതായാലും വരാനാ, പതുക്കെ വരുള്ളൂ, അതാ പ്രശ്നം. എൻ്റെ പൊന്നെ, വരാത്തെന്താണ് ഇത്രയും നേരോട്ടും. വന്നു പൊന്നു ഗൈസ്, എത്ര നേരം എടുത്ത്. ഓക്കെ, പോകാം. നേരെ താഴത്തേക്ക് പോകാം. ഇവിടെ ചാടിയല്ലോ, വേണ്ട, ഇവിടെ ഒന്നും ചാടണ്ട. ഇവിടെ വല്ല അപ്പാപ്പനുണ്ടാ? ഇല്ല. നേരെ മേളിൽ പോവാം. ഓ മൈ ഗോഡ്, അപ്പാ അയാളെ കണ്ടില്ലട്ടാ, എന്തോ പറ്റിയിട്ടുണ്ടട്ടാ, പാവോട്ടാ. താഴത്തേക്ക് പോകണം സീഫൺ. കണ്ട് നോക്കണണ്ട, അയാൾ കയറി വരൂല. അമ്മച്ചിയാലും കയറി വരുമോ? അമ്മച്ചി കയറി വരൂല, ഇല്ല. എന്നാ പിടിച്ചോ സമ്മാനം, പിടിച്ചോട്ടാ. നമുക്കിത് പുറത്തേക്കിടാം, എന്നിട്ട് ട്രെയിനിക്ക് നമുക്ക് കയ്യിൽ പിടിച്ചു. അത് തന്നെ കറക്റ്റ്. ട്രെയിനിക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടാ, അത് തന്നെ. ട്രെയിനിക്ക് നമുക്ക് രണ്ടാമതാ ഫസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് അപ്പാപ്പിന് ഇരിക്കണത്, കറുത്ത കളറായി.
അപ്പാപ്പനെ ഇരിക്കണുണ്ട് ഇരിക്കണുണ്ട് ഭിത്തിയിൽ ചാഞ്ഞിരിക്കണ. ആ പാപ്പൻ 2 മിനിറ്റ് വരെ കഴിഞ്ഞിട്ട് പിന്നെയും വരൂലേ. 2 മിനിറ്റ് 30 സെക്കൻഡ്. അത് തന്നെ. അങ്ങനെ ഫൈനലി നമ്മൾ എസ്കേപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴും ലൈക്ക് ചെയ്യേണ്ടത് കാണാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. ഇത് അടച്ചിട്, കുറേ നേരമായി. നമുക്കിനി നേരെ മേളിൽ കയറിയിട്ട് ഇത് ആക്സിലേറ്ററും കൂടി എടുത്തെങ്കിൽ നമ്മൾ എസ്കേപ്പായി മോനെ. അയ്യോ, നേരെ പോവാം. നേരെ പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ ട്രെയിൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചെയ്യുകയാണ്. എന്തായാലും ചെയ്യും. പറഞ്ഞ പോലെ ഡോറടക്കണമല്ലേ. ഈ ഡോറടക്കാം. അയ്യോ വേണ്ട, അപ്പാപ്പനൊന്ന് കണ്ടിട്ട് പോയാലോ. പാവോലേ, നമ്മളെന്തായാലും പോണേന്. അപ്പാപ്പനിട്ട് അല്ലെങ്കിൽ പണി കൊടുത്തിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പോയപ്പോഴാണ് അപ്പാപ്പനെ എന്നെ പിടിച്ചടിച്ച്. അതാണ് സീൻ. എന്നിട്ട് ഞാൻ അപ്പാപ്പനൊന്ന് കണ്ടിട്ട് വന്ന് വിചാരിച്ച് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. തോറ്റ്. നല്ല ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഒന്ന് അപ്പാപ്പനെ കണ്ടിട്ട് പോയായിരുന്നു. എവിടെ ആള് വന്നില്ലല്ലോ. ഉറങ്ങിപ്പോയാ? ഇല്ല. വേണ്ട, വെറുതെ എന്തിനാണ്, അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒന്നുമില്ല അപ്പാപ്പൻ. നമുക്കോ അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഒരു ഇടവേളയും കഴിഞ്ഞ് നമ്മളങ്ങനെ ട്രെയിൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പോയി ഡോറടച്ച് നമ്മൾ പോണേന്. ഫൈനലി നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 3ത്തെ ട്രെയിൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. നേരെ വിട്ടോ പോയി ഗൈസ്. അപ്പം നമ്മുടെ ട്രെയിൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ദേ അപ്പാപ്പനും സ്ലെൻഡറിനും എവിടെ? സ്ലെൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.